ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ വംശാവലി വെളിപ്പെടുത്തുന്ന 4 ആത്മീയ മർമ്മങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. വാഗ്ദത്തങ്ങളിലുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഉദാത്ത വെളിപ്പെടുത്തലാണ് വംശാവലി. വരുവാനുള്ള ക്രിസ്തുവിലൂടെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം തലമുറകളുടെ കണ്ണികളെ കൂട്ടിയിണക്കുകയായിരുന്നു. അവസാന കണ്ണിയായി ക്രിസ്തുവിനെ ലോകത്തിന് നൽകി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഈ വാഗ്ദത്തം നമുക്ക് കാണാം. നിന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതരാകും. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റാൻ ചിലപ്പോൾ അല്പം സമയമെടുത്തേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാവില്ല. അത് ദൈവത്തിൻ്റെ സമയത്ത് തീർച്ചയായും നിവർത്തിതമാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിനായി ക്ഷമയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കണമെന്നാണ് വംശാവലി നമുക്ക് പറഞ്ഞു തരുന്ന 1-ാമത്തെ ആത്മീയ മർമ്മം. വീണുപോയവരെ വീണ്ടെടുക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പരമാധികാരം, ഗാഡ്സ് സോവറിറ്റി ഇൻ റിഡംപ്ഷൻ, വെളിപ്പെടുത്തുന്നതാണ് വംശാവലി. അപവാദത്തിൽപ്പെട്ട താമാർ, ധാർമ്മിക വീഴ്ച സംഭവിച്ച റാഹാബ്, ഔട്ട്സൈഡറായിരുന്ന രൂത്ത് എന്ന മോവാബ്യ വിധവ, ദാവീദിനാൽ തകർക്കപ്പെട്ട ബത്ശേബ തുടങ്ങിയവരെ ദൈവീക പദ്ധതിയുടെ ഭാഗമാക്കി ദൈവത്തിൻ്റെ ഉടമ്പടി കുടുംബത്തിലെ അംഗങ്ങളാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. വീണ് തകർന്നു പോയവരെ ദൈവം തൻ്റെ വിശിഷ്ട പദ്ധതിക്കായി ഉപയോഗിക്കുന്നു എന്ന 2-ാമത്തെ ആത്മീയ മർമ്മം വംശാവലി നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എത്ര ദയനീയമാണെങ്കിലും, വീഴ്ച എത്ര ഗുരുതരമാണെങ്കിലും, ദൈവത്തിന് തൻ്റെ വിശിഷ്ട പദ്ധതിക്കായി നമ്മെ തീർച്ചയായും ഉപയോഗിക്കാൻ കഴിയും. ഒരിക്കലും നിരാശപ്പെടരുത്, പ്രത്യാശ കൈവിടരുത്. നോ വൺ ഈസ് ബിയോണ്ട് ഹിസ് ഗ്രേസ്. ക്രിസ്തു ദൗത്യത്തിൻ്റെ സാർവത്രികത, യൂണിവേഴ്സാലിറ്റി ഓഫ് ക്രൈസ്റ്റ് മിഷൻ വെളിപ്പെടുത്തുന്നതാണ് വംശാവലി. വംശാവലിയുടെ കണ്ണികളിൽ യഹൂദരെയും പുറജാതികളെയും രാജാക്കന്മാരെയും സാധാരണക്കാരെയുമൊക്കെ നമുക്ക് കാണാം. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്തു എന്നാണ് വംശാവലി വെളിപ്പെടുത്തുന്ന 3-ാമത്തെ ആത്മീയ മർമ്മം. മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കും പദവികൾക്കും അപ്പുറമായി ക്രിസ്തു എല്ലാവരുടേതുമാണ്, എല്ലാവരുടെയും സ്വന്തമാണ്, അവകാശമാണ് എന്ന് വംശാവലി നൽകുന്ന സന്ദേശം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതെന്താണ്? ദൈവം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവരെ ഒരിക്കലും പരിഹസിക്കരുത്, അവഗണിക്കരുത്, ചവിട്ടിത്താഴ്ത്തരുത്. ചരിത്രത്തിലെ ക്രിസ്തുവിൻ്റെ കേന്ദ്രസ്ഥാനം വെളിപ്പെടുത്തുന്നതാണ്
വംശാവലി എന്നതാണ് നാലാമത്തെ മർമ്മം. അബ്രഹാം മുതൽ ദാവീദ് വരെയും ദാവീദ് മുതൽ പ്രവാസകാലം വരെയും പ്രവാസകാലം മുതൽ ക്രിസ്തു വരെയുമുള്ള ബൈബിൾ ചരിത്രത്തിന്റെ നാൾ വഴികളിൽ ക്രിസ്തുവിന്റെ നിഴൽ നമുക്ക് കാണാം. ചരിത്രത്തിനും ചരിത്രത്തിന്റെ ഭാഗമായ നമുക്കും നമ്മുടെ ജീവിതത്തിനും അർത്ഥവും ലക്ഷ്യവും നൽകുന്നത് ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിസ്സാര സംഭവങ്ങളും വിപുലമായ ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. അതെല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലുമാണ്. വീണുപോയവരുടെ വീണ്ടെടുപ്പുകാരനും ദുർബലരെയും അവഗണിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നവനും ചരിത്രത്തിന്റെ ഡിവൈൻ ഡിസൈനറും വിശ്വസ്തനുമായ ദൈവത്തിന്റെ നേർക്കാഴ്ചയാണ് വംശാവലി. യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, കലാപങ്ങൾ, സാമ്രാജ്യ ശക്തികളുടെ തകർച്ചകൾ, നമ്മുടെ വ്യക്തിജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ തുടങ്ങിയവയെല്ലാം ദൈവം അറിഞ്ഞും അനുവദിച്ചും വരുന്നതാണ്. ചരിത്രത്തിന്റെ സംവിധായകനായ ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യ ചിന്തകൾക്ക് അതീതമാണ്. അതുകൊണ്ട് ചരിത്രത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാനും നിർവചിക്കാനും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർക്കും സാമ്രാജ്യ ശക്തികൾക്കും ഒന്നും കഴിയില്ല. എല്ലാ ജീവിതാനുഭവങ്ങളും സംഭവങ്ങളും നന്മയ്ക്കായി ദൈവം ക്രമപ്പെടുത്തുമെന്ന പ്രത്യാശയിൽ നമുക്ക് ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകാം. സദൃശവാക്യം 3-ാം അധ്യായം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ തന്നെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് അകലുക, അത് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുണ്യമുള്ള ക്രിസ്തുമസിന്റെ ദിവസങ്ങളിൽ ജീവിത വിശുദ്ധിയോടും സമർപ്പണത്തോടും കൂടെ ചുവടുവയ്ക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.